ഡെലിവറൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ വിടുതലിൻ്റെ ശുശ്രൂഷ പാർട്ട് 2 കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു എന്തിനാണ് ഈ മിനിസ്ട്രി ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോയിൻ്റ്, ദൈവത്തിന് നമ്മളെക്കൊണ്ട് എന്ത് അങ്ങോട്ട് ചെയ്യാൻ കൊടുക്കും. ദൈവം സ്വർഗത്തിലാണല്ലോ, ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനൊരു ബോഡി വേണം കേട്ടല്ലോ. ഞാൻ പറയുന്ന ഈ പോയിൻ്റ് പലരോടും എന്നോട് പറയാണ്, ആത്മാവിന് ശരീരമില്ല. കേൾക്കണേ, ആത്മാവിന് ശരീരമില്ല. അപ്പോൾ ആത്മാവിനൊരു ശരീരം കൊടുക്കാനൊത്തെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പം നമുക്ക് തന്ന ഈ ശരീരം 70, 80, 90, ചില പിള്ളേർ ജനിക്കുമ്പോഴേ ആത്മാവ് നിൽക്കുന്നതാണ്. അവർ ചിലപ്പോൾ 10 വയസ്സാകുമ്പോൾ മരിക്കുന്നതും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ. ബിക്കോസ് ദേ ഡു എ ലോട്ട് ഓഫ് മിനിസ്ട്രി ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം. അപ്പം ദൈവത്തിൻ്റെ ശരീരം, ആത്മാവിനൊരു ശരീരം ആവശ്യമുണ്ടേ എന്നും അത് നമ്മളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാവ് നമ്മളായി മാറുന്നു. ദൈവത്തിൻ്റെ കൈ, വലത് കൈ ദൈവത്തിൻ്റെ നമ്മുടെ കൈയായിട്ട്, നമ്മുടെ കൈ ദൈവത്തിൻ്റെ കൈയായി മാറുന്നു. നമ്മുടെ കണ്ണ് ദൈവത്തിന്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. അപ്പോൾ ഈ മിനിസ്ട്രി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. എനിക്കെന്ത് കിട്ടും എന്നല്ല പോയിൻ്റ്. അത് തന്നെ വന്നോളും. ആരുടെയൊക്കെയോ ബന്ധനങ്ങൾ തലയിൽ, ചിന്തയിൽ, ഇവിടെ ഇരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതായിട്ട് ആത്മാവ് കാണിക്കുന്നു. ഇരിക്കുമ്പോഴേ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് പറയുന്നത് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവനാമത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് ചുമ്മാതെ ചിരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചെന്നു, എന്താ ആൻറ്റിയുടെ മുഖം വാടിയിരിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എവിടെയോ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും സുഖം തോന്നുന്നില്ല, ഫിസിക്കലി അല്ല, എൻ്റെ ദേഹത്തെന്തോ ഭാരം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുക. ഉടനെ തന്നെ ഒട്ടും മടി കൂടാതെ ആ കൊച്ചു, വാ നമുക്ക് എല്ലാവർക്കും കൂടി ഈ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരൊരു 3-4 പേര് വന്ന് എന്നെ കൈ തൊട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ക്ലിയറായിട്ട് സ്വർഗത്തിൽ നിന്ന് വെട്ടം എൻ്റെ ദേഹത്തോട്ട് അടിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദേഹത്തുണ്ടായിരുന്ന എന്തോ ഇറങ്ങിപ്പോൾ എൻ്റെ ശരീരം ലൈറ്റായി പെട്ടെന്ന്. പല രോഗങ്ങളും ഇങ്ങനെയുള്ള ബാധകളാണ് കൊണ്ടിരുന്നത്. പക്ഷെ പറയേണ്ടിയവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം എനിക്കൊരു സന്തോഷം ഉണ്ടായത്, ഈ 4 പേരിലും പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. എനിക്ക് ലഭിച്ചതിൽ കൂടുതൽ സന്തോഷം ഈ 4 പേരിലും പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ ഭൂമിയിലുണ്ടെന്ന് കാണുന്നതാണ്. എൻ്റെ കൂട്ടുകാരായിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷം വലുതാണ്. അതുകൊണ്ടല്ലേ മറിയ ഗർഭം ധരിക്കുമ്പോൾ ഗബ്രിയേൽ വന്ന് മാതാവിൻ്റെ അടുക്കൽ പറയുന്നു, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം, നിന്നിൽ ഒരു ശിശു ഉണ്ടാവും, യേശു എന്ന് പേരിടണം. പക്ഷെ അന്നേരം പറയുന്നു സക്കറിയയുടെ ഭാര്യയാകുന്ന എലിസബത്തിന് ഇപ്പോൾ 6 മാസമായി. ഉടനെ തന്നെ മറിയ അല്ലെങ്കിൽ മാതാവ് അവിടുന്ന് എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വന്ദന ശബ്ദം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ശിശു ആത്മാവിൽ സന്തോഷിച്ചു എന്ന് പറയുന്നുവെങ്കിൽ ശിശു ഉണ്ടാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾ ഈ അബോർട്ട് ചെയ്യുന്നവരോടൊക്കെ പറയണം, അബോർഷൻ ഈസ് കില്ലിങ് സംബഡി, ഇറ്റ്സ് മർഡർ. അത് പാപമാണ്, അത് ശാപമാണ്, അതൊരിക്കലും ചെയ്യരുത്. നമ്മളത് ചിന്തിക്കുക പോലും ചില കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യത്തില്ല, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. 2 ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരിക്കലും ഞാൻ ഡിവോഴ്സ് ചെയ്തില്ല. ഇതൊക്കെ നേരത്തെ വിവാഹത്തിന് മുമ്പ് എടുക്കേണ്ട തീരുമാനമാണ്. ജീവിത അന്ത്യം വരെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും. അങ്ങനെയുള്ള പാർട്ട്ണറെ എനിക്ക് തരാവേ, ദൈവത്തോട് അങ്ങനെ നേരത്തെ പ്രാർത്ഥിക്കുക. 3 നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യത്തില്ല. അത് ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉറച്ചിരിക്കണം. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ഭാരം ഉണ്ടാകരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി വെച്ചാലുണ്ടല്ലോ ദൈവം അത് മാനിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നാണ്, എന്തിനാണ് മിനിസ്ട്രി ചെയ്യുന്നത്, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നന്മ വരും, ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം കൊടുക്കാനായിരിക്കണം നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നത്. 2 അവർ വർക്ക് ഷുഡ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ഫയർ. അതായത് എൻ്റെ പ്രവൃത്തികൾ തീയിൽ കൂടെ കയറിപ്പോകണം. തീയിൽ കൂടെ ടെസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം ദൈവവേലയ്ക്ക് ഉപയോഗിക്കരുത്. തീ കൂടെ വെന്തു പോകാത്തതാണെങ്കിൽ ദൈവത്തിൻ്റെ ആണ്, അല്ല അശുദ്ധമാണോ കരിഞ്ഞു പൊക്കോട്ടെ. അപ്പം എന്നും
തീച്ചൂളയിൽ കയറ്റി യാഗവസ്തുവായിട്ട് കയറ്റിയിട്ട് റോമർക്കെഴുതിയ ലേഖനം 12:1-2 പറയുന്നത് പോലെ എന്നെ ഇതാ യാഗവസ്തുവായിട്ട് കയറ്റിയിരിക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പം എന്നിലും നിങ്ങളിലുമുള്ള ജഡം കരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഫാറ്റ് വീഴുമ്പം അതിൽ നിന്ന് തീ കത്തി നമ്മുടെ ജഡം കരിഞ്ഞു പോകും. പിന്നുള്ളത് ആത്മാവിൻ്റെ ശക്തിയാണ്. അവിടെയാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ഓഫ് ഫയർ, തീയിൽ കൂടെ കടന്നു പോയിരിക്കുന്നവരായിരിക്കണം ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 7:21 പറയുന്നുണ്ട്, 7:23, അതുപോലെ തന്നെ 7:22, 27 അതൊക്കെ പറയുന്നത് പാറമേൽ വീട് പണിയുന്നവരെ കുറിച്ചും മണലിന്മേൽ വീട് പണിയുന്നിരിക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, നീ വീട് പണിയുമ്പോൾ മണലിന്മേൽ പണിയരുത്, നീ പാറയാകുന്ന ക്രിസ്തുവിൽ പണിയുവാൻ തയ്യാറായിരിക്കണം. ആഗ്രഹിക്കുക, കർത്താവേ വീട് പണിയുന്ന നിന്നിലായിരിക്കണമേ, സന്തതികളെ വളർത്തുന്ന നിന്നിലായിരിക്കണമേ. അല്ല ഞങ്ങൾക്ക് വല്ല കുറവുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ കൃപയിൽ അവരോട് കരുണ തോന്നി അവരെ നേർവഴിക്ക് കൊണ്ടുവരണമേ. ഹീ ഈസ് നോട്ട് എ റിജിഡ് ഗോഡ്. നമ്മളെ അങ്ങനെ അടിക്കാനൊരു വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവമല്ല. മത്തായിയുടെ സുവിശേഷം 7:21 വായിച്ചു കളയാം. വീട് പണിയുന്നതിനെ കുറിച്ച് അല്പം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. 21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ നമ്മളൊരു മിനിസ്ട്രി ചെയ്യുമ്പം കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ചെയ്താലും ദൈവം ഏക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ചില പ്രാർത്ഥനയ്ക്ക് പോകും, നമ്മൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവ് ദൈവം പോകണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്. അതൊക്കെ നമ്മൾ പഠിക്കാൻ. എല്ലാവരും വിളിക്കുന്നിടത്ത് പോകണമെന്നില്ല. ദൈവം പോകാൻ പറയുന്നിടത്ത് പോകണം. ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്താൽ മതി. ഈ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്ന അന്നേരം ഒരു ഫ്രണ്ടിനോട് ദൈവം പറഞ്ഞു, നീ എല്ലാം കൂടെ എൻ്റെ ദിവസം എന്നും കൊണ്ടുവരണ്ട, ഒരു ദിവസം 4 വിഷയം എടുക്കും. 4 വിഷയം എടുത്തുകൊണ്ട് പോവാ, ദൈവം അത് കേൾക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ ഈ ഒരു ജനറൽ ഒരു പ്രയറുണ്ട്, രോഗികൾക്കാർക്ക് വേണ്ടി എല്ലാ സൗഖ്യം, ഗർഭം ഇല്ലാത്തവർക്ക് ഗർഭം കൊടുക്കണം, ഞാൻ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വരും, കർത്താവ് നേരാണെന്ന്. ചുമ്മാ അത് ആത്മാവിൽ പ്രാർത്ഥന നീട്ടാന്നല്ല. തന്നെ ഓരോ വ്യക്തിക്ക് വേണ്ടി സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ കിട്ടിയെങ്കിൽ അവരെ മാറ്റി നിർത്തി പ്രാർത്ഥിപ്പിച്ച് അവർക്ക് വരം കൊടുക്കാനുള്ള കൃപയുണ്ടാകട്ടെ. എൻ്റെ വചനം കേൾക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കട്ടെ. 4 പേര് കാണണം എന്നല്ല നമ്മുടെ ആഗ്രഹം. ദൈവമേ പോകുന്നിടത്ത് നമ്മൾ ഒറ്റ റിക്വയർമെൻറ്റ്, ഒരു കാര്യമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ മിനിസ്ട്രി ചെയ്യണം. പിതാവ് പറയുന്നത്, യേശുക്രിസ്തു പറയുന്നില്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അത് മാത്രമേ. അപ്പോൾ ഈ യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം അത്ര ക്ലോസാണ്. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പുതിയ നിയമകാലത്ത്, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ഒറ്റ ബന്ധമായിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊന്നും കയറരുത്, അതിനെ കയറ്റാൻ അനുവദിക്കരുത്. അത് കയറി വരും പലപ്പോഴും നമ്മുടെ ഇഷ്ടമുള്ള ഭർത്താവിൽ കൂടോ മക്കളിൽ കൂടോ നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഒക്കെ അത് കയറി വരും. പക്ഷെ എപ്പോഴും താവ് എന്ത് പ്രശ്നമാണ് അത് നിന്നെ ഏൽപ്പിച്ചിട്ട് നിൻ്റെ ജോലി നടക്കട്ടെ, ബാക്കി നീ ചെയ്തു തരും. അപ്പച്ചൻ്റെ വയലിൽ ഇറങ്ങി നമ്മൾ കൃഷി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വയലിൽ അപ്പച്ചൻ കയറാതിരിക്കുമോ? കയറുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ദി ഫയർ, ഫയറിൽ കൂടെ തീ കൂടെ കയറ്റണം. 1 ദൈവത്തിന് മഹത്വം കൊടുക്കണം, മിനിസ്ട്രി എന്തിനാ ചെയ്യുന്നതിനെ കുറിച്ച്. 2 തീയിൽ കൂടെ കടത്തിയ പ്രവർത്തനമേ നടക്കാവൂ. ബാലാമെന്ന് പറഞ്ഞ പ്രവാചകൻ കാശിന് വേണ്ടി കള്ളപ്രവാചകനായിട്ട് പോയത് ദൈവത്തിൻ്റെ ശാപം വാങ്ങിക്കാനിടയായി. അതുകൊണ്ട് മിനിസ്ട്രി ചെയ്യുന്നവർ ആവശ്യമില്ലാത്ത പ്രവചനങ്ങൾ സ്വയത്തിൽ ജഡത്തിൽ പറയരുത്. പലപ്പോഴും മിനിസ്ട്രി, പ്രൊഫറ്റിക് മിനിസ്ട്രി എടുക്കുന്നവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്, അവരാദ്യമേ ആത്മാവിൽ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ അവർ ജഡത്തിൽ ചെയ്യും. തീർന്നില്ലേ, കലക്കി വെള്ളം കലക്കിയേച്ച് പോയി, എന്നിട്ട് പോകാൻ നേരത്ത് ഒരു ബോംബും കൂടി ഇട്ടേച്ചു പോകും. അപ്പം പിന്നെ അവരെ വിളിച്ചു വരുത്തണം. ഒരിക്കലും സ്വസ്ഥതയില്ല. അതാണ് ഞാൻ പല ഈ മിനിസ്ട്രിയിൽ വീട്ടിൽ വിളിച്ചു വരുത്തുന്നവരിൽ കാണുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണിത്. അവർ വന്നേച്ച് പ്രാർത്ഥിക്കും, തുടങ്ങുമ്പം മിനിസ്ട്രി ആത്മാവിലാണ്, പകുതിയാകുമ്പോൾ അവർ ജഡത്തിലോട്ട് കയറും, അവസാനമാകുമ്പോൾ ഒരു ബോംബ് വിട്ടേച്ചു പോകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആത്മാവിൽ അപ്പോൾ പവർ ഓഫ് ദി. അപ്പം നമ്മളോട് ദൈവം പറയുന്നത് പണത്തിന് വേണ്ടിയുള്ള മിനിസ്ട്രി വർക്ക് ആകരുത്. പണം ദൈവം തരും,
പക്ഷെ പണം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. പക്ഷെ അതല്ല നമ്മുടെ മെയിൻ മോട്ടീവ്. നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരാൻ അവൻ മതിയായവനാണ്. പക്ഷെ കർത്താവേ, നിൻ്റെ മഹത്വത്തിന് വേണ്ടി തീയിൽ കൂടെ കടത്തി എന്നെ ശുദ്ധിയാക്കിയേ നീ വിടാവേ, നീ പറയുന്നത് പോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കാവേ. ഇതൊക്കെ നമ്മൾ വായിക്കിട്ട് സിപ്പിടുകയാണ്. 3, ദ പവർ ദാറ്റ് ഓപ്പറേറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരിക്കണം ചെയ്യുന്നത്. റോമർക്കെഴുതിയ ലേഖനം 15:18-19 വരെ വാക്യം പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കണം, അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. വചനം നമ്മൾ ഈ വലിയ അതിശയങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നതിൽ ആകണമെന്നില്ല ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. അത് വരും, അത് ദൈവത്തിൻ്റെ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വന്നിട്ട് മാനസാന്തരം, റിപ്പൻറ്റൻസ്, മനസ്സിനൊരു ചേഞ്ച് വന്നിട്ട് പഴയ വ്യക്തികളാകുന്ന നമ്മളെ പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ളതാണ്. അത് ദിനം പ്രതി ചെയ്യേണ്ടതാണ്. അത് ഇന്നലെ സുവിശേഷം കേട്ടതുകൊണ്ട് ശരിയാകത്തില്ല, എല്ലാ ദിവസവും ചെയ്യണം. എവ്രി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. His mercies are new every morning. നമ്മൾ നശിച്ചു ലമൻറ്റേഷൻസിനകത്ത് പറയുന്നുണ്ട്, 3:23 ലമൻറ്റേഷൻസിനകത്ത്. അതിനകത്ത് പറയുന്നത് വിലാപങ്ങളിൽ 3:20 നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ കരുണ കൊണ്ട് മാത്രമാണ്. നമ്മൾ മുടിഞ്ഞു പോകേണ്ടവരാ, പക്ഷെ ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ട് നമ്മൾ മുടിഞ്ഞു പോകുന്നില്ല. 3:23 അതുകൂടെ വായിച്ച് നിർത്തുകയാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് വിലാപങ്ങൾ 3:22-23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഉണ്ടോ? അത് എല്ലാ ദിവസവും പുതിയതാണെന്ന്. അപ്പോൾ മിനിസ്ട്രി ചെയ്യുന്നവരോടും മിനിസ്ട്രി ഏൽക്കുന്നവരോടും ഞാൻ പറയട്ടെ, ഇന്നലത്തേതല്ല ഇന്നത്തെ പ്രവർത്തനം. ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് കർത്താവ് പറയുക, കടന്നുവാ എൻ്റെ അടുക്കലേക്ക്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വരാത്ത ഒരു അസുഖവും ഇല്ല. 1. 2, കടബാധ്യത ഇരിക്കുന്നവർക്ക് ഞാനാണ് ഈ ലോകത്തിൻ്റെ സകലത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. വി ആർ ഓൺലി ദ സ്റ്റുവേഴ്സ്. നമ്മളവൻ്റെ ജോലിക്കാർ മാത്രമാണ്. ഭൂമി ഏൽപ്പിച്ച് നമ്മൾ ഈ തമിഴ്നാട്ടിൽ സ്ഥലത്തിന് നമ്മൾ കൃഷി ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് തരിശായിട്ട് കിടക്കുന്ന ഭൂമി ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. 10-13 വർഷമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് എന്നിട്ട് പറഞ്ഞു, പുണ്യഭൂമി, അനുഗ്രഹഭൂമി, ദൈവം തന്ന ഭൂമി, വിശുദ്ധ ഭൂമി, ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭൂമി, അതിൻ്റെ ഇടയ്ക്ക് കർത്താവിന് പുലി കയറുന്ന ഭൂമി, പുലിയും കഴുവയൊക്കെ പുലി കയറുന്ന ഭൂമി, ആട് കയറുന്ന. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത്? ആത്മാവ് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ലതിനെ മാത്രമാക്കുന്നത്. അത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പം അങ്ങനെ 3-4 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വിളവ് വിത്ത് വിതറിയത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും അതിശയം ചെയ്യുകയാണ് അതിന്മേൽ. എന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ പ്രതിഫലം. നമുക്കത് ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ എത്രയിടത്ത് ഞാനത് സാക്ഷ്യമായിട്ടെടുത്ത് പറയുന്നത് ആത്മീക ഗോളത്തിലെ വിളവെടുപ്പായിട്ടാണ് ഞാനത് കാണുന്നത്. വയൽ വിസ്താരമായിട്ട് കിടക്കുകയാണ്. അവരൊന്ന് നിലത്ത് നിന്ന് എടുത്ത വിത്തുകൾ വെതറി എറിഞ്ഞുകൊള്ളാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്ഥലത്ത് നെല്ല് കുറവായിരുന്നു, പക്ഷെ ഞാൻ 2ാമത് പ്രാവശ്യം കർത്താവ് രാത്രി വന്ന് വീണ്ടും നെല്ലിടുന്നതായിട്ട് ഞാൻ കണ്ടു. വിളവ് സത്യത്തിൽ ചെറിയ സ്ഥലത്ത് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു നോക്കാം. ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ചാൽ, പക്ഷേ പരിശുദ്ധാത്മാവ് വന്ന് ഇരട്ടിയാക്കി തരുന്ന ഞാൻ കണ്ടു. പരിശുദ്ധനായ ദൈവത്തെ ആശ്രയിക്കുക. ലെറ്റ് ദെയർ ബി ഡെലിവറൻസ് ഇൻ എവ്രി ഏരിയ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഭർത്താക്കന്മാരുടെ, മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ എല്ലാവരും നിൻ്റെ ഓടാമ്പുകളെ, നിൻ്റെ വീടിൻ്റെ ഓടാമ്പുകളെ ഞാൻ ഉറപ്പിച്ച് നിൻ്റെ മക്കളെ ഞാൻ അതിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. വാങ്ങിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ, നീ വിശ്വസ്തൻ തന്നെ, വിശ്വസ്തൻ തന്നെ. പറയും തോറും നിൻ്റെ വിശ്വസ്തത വലുതാണെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാൻ പാടാ. ആഴിയോട് സംസാരിക്കുന്നവർ എത്ര വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇറങ്ങാൻ പോലും ആഴം കൂടുതലാണ്. പച്ച ഞങ്ങൾ പലപ്പോഴും വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് വള്ളത്തെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ വെള്ളത്തിലിറങ്ങും. അങ്ങനെ ഒരു ഏരിയയെന്ന് തോന്നുന്നു ഇത്. അനേക മക്കൾക്ക് വെളിച്ചം കൊടുക്കുവാൻ, കർത്താവിന് മഹത്വം കൊണ്ടുവരാൻ, എന്നാൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്ത. 2, കർത്താവെ ഞങ്ങളെ തീക്കകത്തൂടെ കടത്തിവിട്ട് ശുദ്ധമായ ഹൃദയങ്ങളോടുകൂടി പോയി പ്രാർത്ഥിക്കാനും ഡെലിവറൻസ് കൊടുക്കാനും. 2, തീയിൽ കൂടെ കടത്താത്ത ശുശ്രൂഷ ചെയ്യിപ്പിക്കത്തില്ല. 3, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള ശുശ്രൂഷയായിരിക്കണം. ഇത് 3 ചെയ്തെടുക്കാൻ നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. വിഷയം നിന്നെ ഏൽപ്പിക്കുന്നു. ഈ വചനങ്ങൾ ചെല്ലുന്ന ഓരോ ഭവനങ്ങളും വിടുതൽ നടക്കട്ടെ അപ്പച്ച.
ഇരുട്ട് മാറിപ്പോട്ടെ, വെളിച്ചം വരട്ടെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഭവനങ്ങളിലും മക്കളും മരുമക്കൾ, കൊച്ചുമക്കൾ, ഭർത്താക്കന്മാരും ഭാര്യമാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരിലും ദൈവത്തിൻ്റെ വെളിച്ചം പകരട്ടെ. അപ്പച്ച താവത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഇരുട്ടുമാറ്റി വെളിച്ചം തന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.